ഹായ് ഫ്രണ്ട്സ്, ശ്രീമാൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചു. ഇലക്ഷന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു യാത്ര എത്രമാത്രം ആശാസ്യമാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാർച്ച് 20 വരെ ഈ യാത്ര തുടരും. ഇന്ത്യ മുന്നണി ഇതുവരെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനം ധാരണയായിട്ടില്ല. അങ്ങനെ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാനുള്ളപ്പോൾ ദീർഘമായ ഒരു യാത്ര എത്രമാത്രം ഗുണകരമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ കടിഞ്ഞാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണ്. ഖാർഗെയൊക്കെ വെറും പിനാമികൾ മാത്രം. അങ്ങനെയിരിക്കെ ഇലക്ഷനെ പാർട്ടി സജ്ജമാക്കുന്നതിന് പകരം നാട് നീളെ ഊരി നീണ്ടിയെ ചുറ്റി നടന്നുകൊണ്ട് എത്രമാത്രം പ്രയോജനകരമായിരിക്കുമെന്ന് സംശയം തന്നെയാണ്. കാരണം ജനക്കൂട്ടം വോട്ടായി മാറുന്നില്ല. പല അനുഭവങ്ങളുടെ മുമ്പിലുണ്ട്. ജനക്കൂട്ടം വേറെ, വോട്ട് വേറെ. വോട്ടായി മാറിയിരുന്നെങ്കിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ UP-യിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി കാടിളക്കി പ്രചരണം നടത്തി. ആ പ്രചരണങ്ങളെ എല്ലാവരും വിശ്വസിച്ചു. അഖിലേഷ് UP മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. എവിടെ വോട്ട് കിട്ടിയപ്പോ 7 നിലയെ പൊട്ടി എന്ന് പറയുന്ന പോലെ സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രചരണമൊക്കെ നല്ലതാണ്. ഒരു ഇമേജ് ക്രിയേഷന് അത് വോട്ടായി മാറണമെന്നില്ല. അപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു യാത്ര എത്രമാത്രം പ്രയോജനപ്പെടുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.